Hallelujah. Hallelujah. So you are all a praying people chosen by God. You are in His holy sanctuary. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയ്ക്കായി കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിങ്ങളായിരിക്കുകയാണ്. I am a missionary pastor. കാരണം ഞാനൊരു മിഷണറി പാസ്റ്ററാണ്. I'm not in my hometown. God asked me to go and He went there and He started the church. ഞാൻ എൻ്റെ മാതൃദേശത്തല്ല, എന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കർത്താവ് പറഞ്ഞപ്പോൾ ഞാൻ കടന്നു പോവുകയും അവിടെ എൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്തു. Even till today my passion is growing. ഇപ്പോഴും എൻ്റെ ഉള്ളിലെ വാഞ്ച വളർന്നുകൊണ്ടിരിക്കുകയാണ്. Amen. Amen. Hallelujah. Hallelujah. Come on, lift up your hand. കരങ്ങളെ ഒന്ന് ഉയർത്താമോ? Thank you, Lord. Close your eyes. നന്ദി കർത്താവേ. Ask God to കണ്ണുകളെ touch അടയ്ക്കാം. Thank you, Lord Jesus. നന്ദി കർത്താവായ യേശുവേ. Hallelujah. Tell God, Lord, speak to me. കർത്താവിനോട് പറ, കർത്താവേ എന്നോട് അരുളി ചെയ്യണമേ. Speak to me, Lord. എന്നോട് അരുളി ചെയ്യണമേ. We don't want to be just hearers. നാം വെറുതെ ഇവിടെ ഇരുന്ന് കേട്ടിട്ട് പോകുന്ന കേൾവിക്കാരായിട്ടല്ല. To lift up your name, to glorify you. കർത്താവേ അങ്ങയെ ഉയർത്താൻ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളോട് പ്രസാദിക്കണമേ. Every works of the devil making believers as a stagnant, I bind every works of the devil in the name of Jesus. വിശ്വാസികളെ നിശ്ചലരാക്കി നിർത്തുന്ന, ചലിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇപ്പോൾ ശാസിക്കുന്നു. Holy Spirit, you make them, Lord, as a productive believers. കർത്താവേ അവരെ ക്രിയാത്മകരായ ഫലമുളവാക്കുന്ന ആത്മാക്കളാക്കി ഉൽപ്പാദിപ്പിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. Something new must take place in their life, oh God. ഇന്ന് രാത്രി ചിലത് പുതിയത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. Something new, Lord. ചില പുതിയത് as never before. ഇതൊരു ഒരിക്കലും മുൻപ് ഉണ്ടായിട്ടില്ലാത്തത്. I bring everyone under the move of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ചലനത്തിന്റെ കീഴിൽ സകലരെയും ഞങ്ങൾ കൊണ്ടുവരുന്നു. Sometimes, Lord, we are not happy about our life. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ സന്തുഷ്ടരല്ല. We are not happy about our life. ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ സന്തോഷവാന്മാരല്ല. I know what I am. ഞാൻ ആരാകുന്നെന്ന് എനിക്കറിയാം കർത്താവേ. I know what I am doing. ഞാൻ എന്ത് ചെയ്യുന്നുവെന്ന് എനിക്കറിയാം. When myself is not happy, how can I make you happy, oh God? കർത്താവേ, ഞാൻ സന്തോഷവാനല്ലാതിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ അങ്ങയെ സന്തോഷിപ്പിക്കുവാൻ സാധിക്കും? Touch me. എന്നെ സ്പർശിക്കണമേ. Lord, renew me, Lord. കർത്താവേ, എന്നെ പുതുപ്പിക്കണമേ. We commit our spirit, soul, mind, body in your presence. ആത്മാവിനെ, ദേഹിയെ, ശരീരത്തെ അങ്ങയുടെ നിയന്ത്രണത്തിന്റെ കീഴിൽ കൊണ്ടുവരുന്നു. Giving all the glory. എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു. In Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. Amen. 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 Hallelujah. Hallelujah. Today evening I'm going to talk to you on restoration and relationship. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പുനഃസ്ഥാപനവും ബന്ധവുമാണ്. Everywhere I'm connecting you to the ministry and prayer. എല്ലായിടത്തും ഞാൻ നിങ്ങളെ പ്രാർത്ഥനയുമായിട്ടും ശുശ്രൂഷയുമായിട്ട് ബന്ധിപ്പിക്കാൻ പോവുകയാണ്. John 21 chapter. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം. In John 21 there are 25 verses. അതിന്റെ 25-ാമത്തെ വേദഭാഗം. Jesus is restoring them. യേശു അവരെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. And Jesus is connecting them to build a relationship. ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കേണ്ടതിന് അവരെ വീണ്ടും ശേഖരിക്കുകയാണ്. And Jesus is asking them to follow him. അവനെ അനുഗമിക്കാൻ അവൻ തന്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. Listen very carefully. വളരെ ശ്രദ്ധാപൂർവം കേൾക്കണേ. The Bible says, വേദപുസ്തകം പറയുന്നു, Jesus called the disciples. യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ചു. He kept them with him for 3.5 years. 3.5 വർഷം തന്നോട് കൂടെ അവരെ പാർപ്പിച്ചു. He trained them everywhere. എല്ലായിടത്തും അവരെ പരിശീലിപ്പിച്ചു. And he gave a great commission to them. Preach, go ye into the world and preach the gospel. അവൻ അവർക്കൊരു വലിയ ദൗത്യം നൽകി. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സുവിശേഷം പ്രസംഗിക്കുക. And the Bible says, വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, when the situation around the Jerusalem very frightened. യെരൂശലേമിന് ചുറ്റുമുള്ള അന്തരീക്ഷം വളരെ ഭീതിജനകമായി മാറി. There was a fear around them. അതിനു ചുറ്റും ഒരു വലിയ ഭയാനകമായ അന്തരീക്ഷമുണ്ടായി. Because Jesus was crucified. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു കഴിഞ്ഞു. He was resurrected. അവൻ ഉയർത്തെഴുന്നേറ്റു. 3.5 years all these disciples
were depending on Jesus. കഴിഞ്ഞ 3.5 വർഷം യേശുവിനെ മാത്രം ആശ്രയിച്ച് അവർ ജീവിച്ചിരുന്നത്. Very comfort ministry. വളരെ സുഖപ്രദമായ ഒരു ശുശ്രൂഷ. Where no problem. ഒരു പ്രശ്നങ്ങളുമില്ല. Where they are very have easy going life. ഒരു ലഘുവായിട്ട് ഈസി ആയിട്ട് പോകുന്ന ഒരു ജീവിതമാണ്. Jesus made them very comfortable to them. യേശു അവർക്ക് എല്ലാം വളരെ ശുഭമാക്കി തീർത്തു. But now, എന്നാൽ ഇപ്പോൾ when Jesus was ascended to the heaven, കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തു. the Bible says, ബൈബിൾ പറയുന്നു, and disciples they felt so lonely. ഇപ്പോ ശിഷ്യന്മാർക്ക് ഒരു ഏകാന്തത അനുഭവപ്പെടാൻ തുടങ്ങി. They're supposed to be in the upper room. അവര് മാളിക മുറിയിലായിരിക്കേണ്ടവരായിരുന്നു. They're supposed to preach God's word. കർത്താവിന്റെ വചനം അവർ ശുശ്രൂഷിക്കേണ്ടവരായിരുന്നു. They're supposed to be in Jerusalem. അവർ യെരൂശലേമിൽ പാർക്കേണ്ടവരായിരുന്നു. They're supposed to be in the upper room. അവർ യെരൂശലേമിലെ മാളിക മുറിയിലായിരിക്കേണ്ടവരായിരുന്നു. They're supposed to preach God's word. കർത്താവിന്റെ വചനം പ്രസംഗിക്കണമായിരുന്നു. But what happened here now? എന്നാൽ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? Instead of in Jerusalem in the upper room, they are at the Sea of Tiberia. അവര് യെരൂശലേമിലെ മാളിക മുറിയിൽ ഇരിക്കേണ്ടതിന് പകരം തൈബീരിയൻ കടലില് ആ വള്ളത്തിലാണ്. What happened to disciples? എന്താണ് ശിഷ്യന്മാർക്ക് സംഭവിച്ചത്? What happened to followers? എന്താണ് അനുഗാമികൾക്ക് സംഭവിച്ചത്? What happened to those who are trained 3.5 years? 3.5 വർഷം പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് എന്താ സംഭവിച്ചത്? They walked with Jesus. അവർ യേശുവിനൊപ്പം നടന്നു. They prayed with Jesus. യേശുവിനോട് കൂടെ പ്രാർത്ഥിച്ചു. They saw the miracles. അത്ഭുതങ്ങളെ കണ്ടു. Every area they experienced in their life. ജീവിതത്തിന്റെ സകല മേഖലകളിലും യേശുവിനെ അവർ അനുഭവിച്ചു. But now എന്നാൽ ഇപ്പോൾ they are at the Sea of Tiberia. ടൈബീരിയൻ സമുദ്രത്തിൽ They don't want to preach. അവർ പ്രസംഗിക്കേണ്ടവരായിരുന്നു. They don't want to follow Jesus. എല്ലാവരും യേശുവിനെ പിൻഗമിച്ചു. Because the atmosphere was very frightening them. കാരണം ആ അന്തരീക്ഷം വളരെയധികം സുഖപ്രദമായിരുന്നു. They went back. എന്നാൽ ഇപ്പോൾ അവർ പിന്തിരിഞ്ഞു പോയി. Disciples were backslidden. ശിഷ്യന്മാര് പിന്മാറിപ്പോയി. In every church we have a backsliders. എല്ലാ സഭകളിലും പിന്മാറ്റക്കാരുണ്ട്. Pastors are their backsliders. ഇടയന്മാർ പോലും പിന്മാറ്റക്കാരായി പോകുന്നുണ്ട്. Leaders are their backsliders. നേതൃനിരയിലുള്ളവർ പിന്മാറ്റക്കാരായി പോകുന്നുണ്ട്. Spirit-filled believers are their backsliders. ആത്മനിറവുള്ള വിശ്വാസികൾ പിന്മാറ്റക്കാരായി പോകുന്നുണ്ട്. Am I right? ഞാൻ ശരിയല്ലേ പറഞ്ഞത്? Am I right? ഞാൻ പറഞ്ഞത് ശരിയാണോ? Once upon a time they were very strong. ഒരു കാലഘട്ടത്തിൽ ഒരു ശക്തന്മാരായിരുന്നു. But as the days passed by, എന്നാൽ ദിനങ്ങൾ കഴിഞ്ഞു പോകവേ they lost the passion in their heart. അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന വലിയ വാഞ്ച അവർക്ക് നഷ്ടമായി. Backsliders, they blame God, they blame church, they blame pastor, they blame the discipline, and they will go back. പിന്മാറ്റക്കാര് ദൈവത്തെ കുറ്റം പറയും, നേതൃനിരയെ കുറ്റം പറയും, പാസ്റ്ററെ കുറ്റം പറയും, സഭയെ കുറ്റം പറയും, അച്ചടക്കത്തെ കുറ്റം പറയും, സകലവും അവർക്ക് കുറ്റമാണ്. They forgot Jesus. അവർ യേശുവിനെ മറന്നു കളഞ്ഞു. And they are remembering the Sea of Tiberia. പക്ഷേ അവർ പണ്ട് വിട്ടേച്ചു പോയ കടലിനെ അവർ ഓർക്കുകയാണ് ഇപ്പോൾ. They forgot Jerusalem. അവർ യെരൂശലേമിനെ മറന്നുപോയി. They forgot upper room. മാളിക മുറി അവർ മറന്നുപോയി. They forgot Great Commission. വലിയ ദൗത്യത്തെ അവർ മറന്നുപോയി. They remember Sea of Tiberia. പഴയ കടലിനെ അവർ ഓർമ്മ വന്നു. They remembered the boat. അവർ പഴയ ബോട്ട് ഓർമ്മ വരികയാണ്. They remembered net. അവർക്ക് പഴയ വല ഓർമ്മ They വന്നു. remembered their profession. അവരുടെ ജോലി അവർക്ക് ഓർമ്മ വന്നു. Instead of marching forward, their life took them back 3.5 years. മുൻപോട്ട് പോകേണ്ടതിന് പകരം 3.5 വർഷം പുറകിലോട്ട് അവരിപ്പോൾ പോവുകയാണ്. They are backslidden. പിന്മാറ്റക്കാരായി പോയി. Now depending on Sea of Tiberia, ഇപ്പോ ആ കടലിനെ അവർ ആശ്രയിക്കുകയാണ്. they're depending on profession. അവരുടെ പഴയ പണി അവർ ആശ്രയിക്കുകയാണ്. They're depending on boat. അവരുടെ പഴയ വള്ളത്തെ അവർ They're ആശ്രയിക്കുകയാണ്. depending on net. അവരുടെ പഴയ വലയെ അവർ ആശ്രയിക്കുകയാണ്. And one another are coordinating together now. ഇപ്പോൾ അവര് പിന്മാറ്റത്തിലേക്ക് പരസ്പരം കോർഡിനേഷൻ കൂടെ ചെയ്യുകയാണ്. Coordinating not to proclaim the God's word. ദൈവവചനം പ്രസംഗിക്കാനല്ല ഇപ്പോൾ കൂട്ടിച്ചേർക്കുന്നത്. They're coordinating into the old profession, going back to catch fish. പഴയ പണിയായ മത്സ്യബന്ധനത്തിലേക്ക് പോകാൻ ആളുകളെ അവർ ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. Now the backsliders are coordinated together now. ഇപ്പോഴും പിന്മാറ്റക്കാര് ഒരുമിച്ച് സംഘടിച്ചുകൊണ്ടിരിക്കുകയാണ്. They tried to catch fish.
അവരെല്ലാരും കൂടെ പഴയതുപോലെ മീൻ പിടിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. Number 2, they are failed people now. രണ്ട്, അവരിപ്പോ പരാജയപ്പെട്ട ആളുകളായി മാറി. Number 1, they are backsliders. ഒന്നാമത്തത് അവർ പിന്മാറ്റക്കാരായിരുന്നു. Number 2, they are failed. രണ്ട്, അവർ പരാജിതരായി. They forgot their ministry. അവരുടെ ശുശ്രൂഷ അവർ മറന്നുപോയി. The commission, മഹാദൗത്യം മറന്നുപോയി. what Jesus gave a mandate to them. അവർക്ക് നൽകിയ ആ മാർഗനിർദ്ദേശത്തെ, ആ ദൗത്യത്തെ അവർ മറന്നുപോയി. They forgot a relationship. അപ്പനുമായിട്ടുള്ള ബന്ധം അവർ മറന്നുപോയി. The Bible says, തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, backsliders, പിന്മാറ്റക്കാർ, they are no more thinking about Jesus. ഇപ്പൊ അവർക്ക് യേശുവിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. And they are failures. അവർ പരാജിതരായി. They no more thinking about ministry also. ഇപ്പോ മിനിസ്ട്രിയെ കുറിച്ച് പോലും ചിന്തിക്കാൻ സമയമില്ല. They no more talking about relationship. ബന്ധത്തെ കുറിച്ച് ഇപ്പോ സംസാരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. What a beautifully Jesus spoke to them about John 15 relationship. യോഹന്നാൻ 15-ാം അധ്യായത്തിൽ സ്നേഹത്തിന്റെ ഇഴയടുപ്പത്തെ കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് യേശു സംസാരിച്ചത്. I am the vine and you are the branches. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. They forgot the relationship. ആ ബന്ധം എല്ലാവരും മറന്നുപോയി. Listen now very carefully. ഇപ്പോ വളരെ ശ്രദ്ധിച്ചാട്ടെ. Many people, many believers are in that situation. അനേകം ആളുകൾ, അനേകം വിശ്വാസികൾ അത്തരമൊരു സാഹചര്യത്തിലാണ്. They forgot the call of God. ദൈവത്തിന്റെ വിളി അവർ മറന്നു കളഞ്ഞു. They forgot the purpose of God. ദൈവത്തിന്റെ ഉദ്ദേശം അവർ മറന്നുപോയി. They forgot the commission of God. ദൈവത്തിന്റെ നിയോഗം അവർ മറന്നുപോയി. They forgot the relationship with God. ദൈവവുമായിട്ടുള്ള ബന്ധം അവർ മറന്നുപോയി. They are in their own world. അവർ അവരുടെ സ്വന്തം ലോകത്തിലാണ്. They became from sacred to secular. അവർ വിശുദ്ധർ എന്നുള്ള നിലയിൽ നിന്ന് അവര് പ്രൊഫഷണൽ ലൗകികരായി മാറി. They did not remember Jesus, യേശുവിനെ അവർ ഓർത്തില്ല. but Jesus remembered them. എന്നാൽ യേശു അവരെ ഓർത്തു. Come on, clap your hands. കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. Amen. Hallelujah. Amen. Hallelujah. No one remembered the call, the name of Jesus, but Jesus remembered them. യേശുവിന്റെ പേര് വിളിക്കാൻ ആരും ഓർത്തില്ലെങ്കിലും യേശു അവരെ ഓർത്തു. Amen. Come on, clap your hands. Clap your ആമേൻ. hands. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ ശക്തമായി. They never entered into the presence of God, but Jesus sought them and Jesus went where they were. അവരൊരിക്കലും യേശു ഉള്ള ഇടം അന്വേഷിച്ചില്ല. പക്ഷേ യേശു അവർ എവിടെയാണെന്ന് അന്വേഷിച്ച് അവർ ഉള്ള ഇടത്ത് അവൻ നടന്നെത്തി. Jesus appeared. യേശു അവരുടെ അടുക്കൽ പ്രത്യക്ഷനായി. Jesus appeared. യേശു അവരുടെ മുൻപിൽ പ്രത്യക്ഷനായി. Not in the synagogue. പള്ളിയിലല്ല. Not in the during prayer time. പ്രാർത്ഥനാ വേളയിലല്ല. Not at the time of conference. ശുശ്രൂഷയുടെ യോഗത്തിന്റെ സമയത്തല്ല. He appeared to the backsliders. പിന്മാറ്റക്കാരുടെ അടുത്തൽ അവൻ പ്രത്യക്ഷനായി. He appeared to the failure people. തോറ്റവരുടെ മുമ്പിൽ അവൻ പ്രത്യക്ഷനായി. He appeared those who have forgotten him. മറന്നു കളഞ്ഞവരുടെ മുമ്പിൽ അവൻ വെളിപ്പെട്ടു. Praise the Lord. Praise God. Hallelujah. Hallelujah. Jesus appeared യേശു വെളിപ്പെട്ടു. to restore them, അവരെ യഥാസ്ഥാനപ്പെടുത്തുക, to recharge them. അവരെ വീണ്ടും ഒന്നുകൂടെ ചാർജ് ചെയ്യുക. Hallelujah. Amen. Praise the Lord. Hallelujah. Jesus appeared. യേശു അവരുടെ മുൻപിൽ വെളിപ്പെട്ടു. My children, എൻ്റെ മക്കളെ, did you get any fish? നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? He is a concern about them. അവൻ അവരെ കുറിച്ച് ഭയങ്കര താല്പര്യമുള്ളവനായിരുന്നു. concern about them. അവരെ കുറിച്ച് ഒരു ഭാരം യേശുവിനുണ്ടായിരുന്നു. He extending his love towards them. അവരോടുള്ള കർത്താവിന്റെ സ്നേഹത്തെ അവൻ പ്രദർശിപ്പിക്കുകയാണ്. The disciples are wondered. ശിഷ്യന്മാർ അമ്പരന്നു പോയി. They wondered. അവർ അമ്പരന്നു പോയി. We cannot run away from Jesus. നമുക്ക് യേശുവിങ്കൽ നിന്ന് ഓടിപ്പോകാൻ കഴിയില്ല. We cannot run away from the plan of God. ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് ഓടിപ്പോകാൻ We കഴിയില്ല. cannot run away from the purpose of God. ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്ന് ഓടാൻ കഴിയത്തില്ല. You may forget, നീ ഒരുപക്ഷെ but മറന്നേക്കാം. Jesus will remember you. എന്നാൽ യേശു നിന്നെ ഓർക്കുക തന്നെ He ചെയ്യും. will come and remind you അവൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ His ഓർമ്മിപ്പിക്കും. plan, അവന്റെ പദ്ധതികൾ, His will, അവന്റെ ഇഷ്ടം, His purpose. അവന്റെ ഉദ്ദേശം. Wherever you go in the world, ലോകത്തിൽ നീ ഏതറ്റം വരെ പോയാൽ I have called you. ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. I have called you. ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. Every prophecy to
draw you close to him. ഓരോ പ്രവചനങ്ങളും നിന്നെ അവന്റെ അടുക്കലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. The gifts of the Holy Spirit to draw you close to understand him better. പരിശുദ്ധാത്മാവിന്റെ ഓരോ വരങ്ങളും അവന്റെ അടുക്കലേക്ക് വന്ന് അവനെ കുറെ കൂടെ നന്നായി അറിയാനുള്ളതാണ്. You are thinking always your problem. നീ എപ്പോഴും നിന്റെ പ്രശ്നത്തെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. Anytime did you think about Jesus' problem? എപ്പോഴെങ്കിലും യേശുവിന്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? Did you pray anytime his problem? യേശുവിന്റെ വിഷയത്തിനായിട്ട് എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? Only pastor must pray for your problem. He must handle your problem. എപ്പോഴും പാസ്റ്റർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിന്റെ പ്രശ്നത്തിൽ പാസ്റ്റർ ഇടപെടണം. Did you anytime think about his problem? എപ്പോഴെങ്കിലും അവന്റെ പ്രശ്നത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? What is his problem? എന്താണ് അവന്റെ പ്രശ്നം? Laborers are few. വേലക്കാർ ചുരുക്കം. That is his problem. അതാണ് യേശുവിന്റെ പ്രശ്നം. Laborers are few. വേലക്കാർ ചുരുക്കം. That is his problem. അതാണ് യേശുവിന്റെ പ്രശ്നം. Pray for the master so that the laborers must send forth. ആ വേലക്കാരെ അയക്കേണ്ടതിന്, കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് യജമാനനോട് പ്രാർത്ഥിക്കുക. God needs a praying people. That is his problem. ദൈവത്തിന് പ്രാർത്ഥനാ വീരന്മാരെ വേണം. അതാ കർത്താവിന്റെ പ്രശ്നം. God needs a reapers. That is his problem. അവന് ജനത്തെ ആവശ്യമുണ്ട്. അതാ യേശുവിന്റെ വിഷയം. My people are not witnessing anywhere. That is his problem. എന്റെ ജനം എന്നെ സാക്ഷ്യപ്പെടുത്തുന്നില്ല. അതാ അവന്റെ വിഷയം. All are not, may not be a preacher. എല്ലാവരും പ്രസംഗകന്മാരാകണമെന്നില്ല. But you can witness God. പക്ഷെ നിനക്ക് യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ All can be a witnessers. എല്ലാവർക്കും ഒരു സാക്ഷി. May not be a preacher. നിങ്ങൾ പ്രസംഗകരാകണ്ട. You may not be a preacher. നിങ്ങൾ ഒരു പ്രസംഗകനാകണ്ട. But you can be a good witnesser. എന്നാൽ നിങ്ങൾക്കൊരു നല്ല സാക്ഷ്യമായി. That is his problem. അതാ അവന്റെ പ്രശ്നം. You never think about his problem. നിങ്ങൾ ഒരിക്കലും അവന്റെ പ്രശ്നത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. Who will solve his problem? അവന്റെ പ്രശ്നം ആര് പരിഹരിക്കും? Angels? ദൂതന്മാരാണോ? Angels? ദൂതന്മാരാണോ? Who will solve his problem? അവന്റെ പ്രശ്നങ്ങളെ ആര് പരിഹരിക്കും? Pastor? പാസ്റ്ററാണോ? Who will solve his problem? അവന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ആരുണ്ട്? I am the one must solve his problem. അവന്റെ പ്രശ്നത്തെ പരിഹരിക്കുന്ന ഒരാള് ഞാനാണ്. Repeat this in Malayalam. മലയാളത്തിൽ ഒന്ന് ആവർത്തിച്ചട്ടെ. അവന്റെ പ്രശ്നം പരിഹരിക്കുന്നയാളാണ് ഞാൻ. കർത്താവിന്റെ പ്രശ്നം പരിഹരിക്കുന്നയാളാണ് ഞാൻ. ഒന്നുകൂടെ ശബ്ദത്തിൽ. I pray in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. Let the tongue speak. നാവുകൾ സംസാരിക്കട്ടെ. Okay. Now miracle took place. ഇപ്പോ അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞു. Now you will see the testimony now. ഇപ്പോ നിങ്ങൾ ഒരുമിച്ച് സാക്ഷ്യപ്പെടുത്താൻ പോവുക. അത്ഭുതത്തിന്റെ Come on, lift up the hand. അത്ഭുതം കിട്ടിയവരെന്ന് കൈവയ്ക്കുക. Now open your mouth. വാ തുറന്നേ. Loudly now. ഉറക്കെ. Come on, operate your faith. നിങ്ങളുടെ വിശ്വാസത്തെ പ്രദർശിപ്പിക്കാൻ പോവുക. If you keep silent, നിങ്ങൾ നിശബ്ദരായിരുന്നാൽ, I pray you should not become like Zacchaeus. Okay, come on now, repeat now. ഞാൻ കർത്താവിന്റെ പ്രശ്നത്തെ പരിഹരിക്കുന്നവനാണ്. Come on, say break it. ഞാൻ കർത്താവിന്റെ പ്രശ്നത്തെ പരിഹരിക്കുന്നവനാണ്. Praise the Lord, miracle took place. മിറക്കിൾ സംഭവിച്ചു കഴിഞ്ഞു. Amen. Amen. Hallelujah. Hallelujah. God is preparing you now. ദൈവം നിങ്ങളെ ഇപ്പോൾ ഒരുക്കുകയാണ്. Church is a very best platform where you can train and learn. പ്രാർത്ഥിക്കാനും പഠിക്കാനും കഴിയുന്ന ഏറ്റവും നല്ല പ്രതലമാണ് ദൈവസഭ. Don't miss church. സഭയെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. Always connect yourself to the church because this is the place where the Holy Spirit will train you. നിങ്ങൾ സഭയുമായിട്ട് ഒരിക്കലും ബന്ധം മുറിക്കരുത്. കാരണം ഇവിടെയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ പരിശീലിപ്പിക്കുന്നത്. Don't keep yourself away from the church. സഭയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും അകന്നു നിൽക്കരുത്. Every Sunday, every occasion, you must be involved in the church. എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ ശുശ്രൂഷാ ദിവസങ്ങളിലും നിങ്ങൾ സഭയുമായി ബന്ധപ്പെട്ടിരിക്കണം. If his words abide in you and your words abide in him, you ask anything, God will grant you. നിങ്ങൾ അവനിലും അവന്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനോട് എന്തും അപേക്ഷിപ്പീൻ, അവനത് നിങ്ങൾക്ക് ചെയ്തു തരും. Jesus appeared. യേശു അവിടെ വെളിപ്പെട്ടു. Jesus appeared. യേശു അവിടെ വെളിപ്പെട്ടു.
വെളിപ്പെട്ടു. My dear sisters and brothers, എന്റെ പ്രിയ സഹോദരി സഹോദരൻ, today ഇന്ന് 21 days 21 ദിവസം Jesus will appear to you. യേശു നിങ്ങൾക്ക് പ്രത്യക്ഷമാകാൻ, He will appear to you നിങ്ങളിലേക്ക് to പ്രത്യക്ഷനാകും, restore you, നിന്നെ യഥാസ്ഥാനപ്പെടുത്താൻ, to restore your backsliding, നിന്റെ പിന്മാറ്റത്തെ യഥാസ്ഥാനപ്പെടുത്തേണ്ടത്, to restore your failures, നിന്റെ പരാജയങ്ങളെ യഥാസ്ഥാനപ്പെടുത്താൻ, to restore your ministry, നിന്റെ ശുശ്രൂഷകളെ to യഥാസ്ഥാനപ്പെടുത്തേണ്ടത്, restore your relationship. ഗന്ധത്തെ യഥാസ്ഥാനപ്പെടുത്താൻ Jesus will appear. യേശു വെളിപ്പെടും. Hallelujah. ഹല്ലേലൂയ. This is none but my Rabbi. Peter is Rabbi. പത്രോസ് പറയുക, നമ്മുടെ ഗുരു വന്നിട്ടുണ്ട്, Rabbi is appeared. നമ്മുടെ ഗുരു വെളിപ്പെട്ടിട്ടുണ്ട്. Rabbi. Rabbi. ഗുരു They never expected. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല, They never expected. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. But now the Rabbi is appeared. ഇപ്പോ ഗുരു വെളിപ്പെട്ടു. They decided now. ഒരു കാര്യം തീരുമാനിച്ചു, We cannot run away from him. ഇനി അവനിൽ നിന്ന് ഓടി മാറാൻ We പറ്റില്ല. cannot run away from Rabbi. നമുക്ക് ഗുരുവിൽ നിന്ന് ഓടി മറയാൻ We കഴിയത്തില്ല. thought he has died on the cross. അവൻ കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. We thought he's resurrected. നമ്മൾ ചിന്തിച്ചു അവൻ We ഉയർത്തെഴുന്നേറ്റു, thought he's ascended to heaven. സ്വർഗത്തിലേക്ക് പോയെന്ന് നമ്മൾ ചിന്തിച്ചു. But he's behind us. പക്ഷെ അവൻ നമ്മുടെ പുറകെ ഉണ്ട്. But he's behind us. അവൻ നമ്മുടെ പുറകെ ഉണ്ട്. But he's behind us. അവൻ നമ്മുടെ പുറകിൽ. Wherever you go, എവിടെ he പോയാലും will appear to you അവൻ നിനക്ക് പ്രത്യക്ഷനാകും, to recall you, നിന്നെ തിരിച്ചു to വിളിക്കാൻ, restore you, യഥാസ്ഥാനപ്പെടുത്താൻ, to recharge നിന്നെ you, വീണ്ടും ഒന്ന് to revive you, നിന്നെ ഉണർത്താൻ, to bring back into his fold. അവന്റെ പിടിയിലേക്ക് നിന്നെ മടക്കി He കൊണ്ടുവരും. will appear. അവൻ നിനക്ക് വെളിപ്പെടും. God who appeared to the disciple, same God, he will appear to you tonight in 21 days also. അവൻ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ട അതേ കർത്താവ് ഈ 21 ദിവസത്തെ പ്രാർത്ഥനകളിൽ നിങ്ങൾക്ക് വേണ്ടിയും വെളിപ്പെടും. Praise the Lord. Amen. Hallelujah. ഹല്ലേലൂയ. Come, വരിക, sit here. ഇവിടെ വന്നിരിക്കുക. Come, വരിക, sit here. ഇവിടെ വന്നിരിക്കുക. He made them to sit with him. അവൻ തന്നോടുകൂടെ അവരെ ഇരുത്തി. They are feeling so shy അവർക്ക് ഭയങ്കര നാണക്കേടുണ്ടായി. and they are not lifting their head. അവർ തല ഉയർത്തി നോക്കുന്നില്ല. What happened, Peter? എന്താ പീറ്ററെ സംഭവിച്ചത്? I am unable to show my face, Rabbi. കർത്താവേ, ഞാൻ നിങ്ങളിലേക്ക് നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. What happened to John? യോഹന്നാനെ, എന്താ സംഭവിച്ചത്? I am unable to show my face, Rabbi. എന്റെ മുഖം കാണിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. They feel so guilty. ഭയങ്കര കുറ്റബോധം, They feel so guilty. ഭയങ്കര കുറ്റബോധം തോന്നി. But Jesus said, പക്ഷെ യേശു പറഞ്ഞു, I am with you. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. I will never leave you. ഞാൻ നിന്നെ കൈവിടുകയില്ല. I am with you. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. Past is past. കഴിഞ്ഞത് കഴിഞ്ഞു. From today, ഇന്നു മുതൽ I will give you new life. നിങ്ങൾക്ക് പുതിയ ലൈഫ് ജീവിതം തരാൻ പോവുകയാണ്. I will give you new life. ഞാൻ നിങ്ങൾക്കൊരു പുതിയ ജീവിതം തരാൻ പോവുകയാണ്. If you lost your hope, നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ നഷ്ടപ്പെടുത്തിയെങ്കിൽ, disappointed in the ministry, നിങ്ങൾ ശുശ്രൂഷയിൽ നിരാശപ്പെട്ടു in പോയെങ്കിൽ, the prayer life, പ്രാർത്ഥനാ ജീവിതത്തിൽ, but God will come and appear to you. കർത്താവ് നിന്റെ അടുക്കൽ വന്ന് വെളിപ്പെടും. Praise the Lord. Praise God. Hallelujah. ഹല്ലേലൂയ. More than 40 years I am preaching. 40 വർഷത്തിലധികം ഞാൻ പ്രസംഗിക്കുകയാണ്. I never grumbled at God. ഞാൻ ഒരിക്കലും കർത്താവിനോട് പിറുപിറുത്തിട്ടില്ല. I never backslidden. I never left God. I never grumbled God. ഞാൻ ഒരിക്കലും പിന്മാറ്റത്തിലേക്ക് പോയിട്ടില്ല. ഒരിക്കലും ദൈവത്തോട് വഴക്ക് പറഞ്ഞിട്ടില്ല, പിണങ്ങിയിട്ടില്ല. In the midst of every crisis and trials and test, I never questioned God. I never grumbled God. എത്ര വലിയ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, പോരാട്ടങ്ങൾ വന്നിട്ടും ഒരിക്കലും കർത്താവിനോട് തിരിച്ച് ചോദ്യം ചോദിക്കുകയോ അവനോട് പിറുപിറുക്കുകയോ ചെയ്തിട്ടില്ല. I tell God, ഞാൻ കർത്താവിനോട് പറയും, only simple word, I love you, God. ഞാൻ വളരെ ലഘുവായിട്ട് പറയും, ഞാൻ അങ്ങയെ I love you, സ്നേഹിക്കുന്നു. Jesus. ഞാൻ യേശുവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. I love you, Jesus. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. That's enough. അത്ര മതി. All 12 disciples, they felt very guilty, unable to show their face. ഈ 12 ശിഷ്യന്മാർക്കും ഭയങ്കര കുറ്റബോധം തോന്നി. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവർക്ക് ലജ്ജിതരായി നിന്നു. Come, വരിക, eat first. ആദ്യം വന്ന് ഭക്ഷിക്ക്. They supposed to bring fish. അവര് They supposed to bring fish. കുറച്ച് ഇപ്പൊ പിടിച്ച മീൻ കുറച്ച് കൊണ്ടുവാ.
But Bible says എന്നാൽ ബൈബിൾ പറയുന്നു Jesus is giving them. യേശു അവർക്ക് നൽകി. Come and eat now. വന്ന് ഭക്ഷിക്കുക. Praise the Lord. Praise God. Like a William Booth quotation. What is said? Soup, soap, salvation. വില്യം ബൂത്തിന്റെ സുവിശേഷത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സൂപ്പ്, സോപ്പ്, സാൽവേഷൻ. First you give them food. ആദ്യം അവർക്ക് ആഹാരം കൊടുക്കുക. Soup, then soap, wash them. പിന്നെ അവരെ കുളിപ്പിക്കുക, സോപ്പ് കൊടുക്കുക. And then lead them to salvation. പിന്നീട് അവരെ രക്ഷയിലേക്ക് ലീഡ് ചെയ്യുക. Without giving people food directly, don't communicate Ezekiel, Daniel, Revelation. തിന്നാൻ കൊടുക്കാതെ നേരിട്ട് പോയി എസെക്കിയേലും ദാനിയേലും വെളിപ്പാടൊന്നും പറയരുത്. You say, oh, God is calling you, God will make you Esther. Fellow need roti now. നീവേ പറയും ദൈവം നിന്നെ വിളിക്കുന്നു, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. അവർക്ക് ആവശ്യം ബ്രെഡാ. He need chapati. ചപ്പാത്തിയാണ് അവർക്ക് ആവശ്യം. You are talking about Ezekiel and Isaiah. എടാ ചപ്പാത്തി തിന്നാ എങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്ന എന്നോടാണ് എസെക്കിയേലും യെശയ്യാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. He will never believe Isaiah and Ezekiel. He will never believe Jesus also. He will believe you. അവർ ഒരിക്കലും യെശയ്യാവിനെയോ യെഹെസ്കേലിനെയോ യേശുവിനെയോ വിശ്വസിക്കത്തില്ല, നിന്നെയും വിശ്വസിക്കത്തില്ല. He will believe chapati. He will believe you. ചപ്പാത്തി വിശ്വസിച്ചാൽ നിന്നെയും വിശ്വസിക്കും. Then he will believe what you speak. അതിനുശേഷം നീ പറയുന്നത് എന്തോ അവർ അത് That's why വിശ്വസിക്കും. William Carey said, soup, soap, salvation. അതുകൊണ്ടാണ് വില്യം ബൂത്ത് പറഞ്ഞത് സൂപ്പ്, സോപ്പ്, സാൽവേഷൻ. Maybe that William Carey copied with Jesus here. ഒരുപക്ഷെ ഇവിടെ അദ്ദേഹം യേശുവിനെ ആയിരിക്കാം കോപ്പി അടിച്ചത്. He never immediately interacting with them. വന്ന ഉടനെ തന്നെ യേശുവിനെ കുറിച്ചും സുവിശേഷത്തെ കുറിച്ചും അല്ല ജനത്തോട് അവർ പറഞ്ഞത്. Those fellows are backsliders, failed. ആ ആളുകള് പിന്മാറ്റക്കാരായി പരാജയപ്പെട്ടു. Called them. അവരെ വിളിച്ചു, Sit. ഇരിക്ക്. I'll do always with the believers. ഞാൻ എപ്പോഴും വിശ്വാസികളുമായിട്ട് അങ്ങനെ ചെയ്യുന്നത്. I'll take them hotel. ഞാൻ അവരെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും. Sometimes, ചിലപ്പോഴൊക്കെ come on, I'll make them to eat. ഞാൻ അവർക്ക് ഭക്ഷിക്കാൻ വാങ്ങിച്ചു കൊടുക്കും. Because they are afraid to come to me. കാരണം എന്റെ അടുക്ക വരാൻ അവർക്ക് പേടിയാ. I'll give them call. ഞാൻ അവരെ വിളിക്കും. How are you? എങ്ങനെയുണ്ട്? Nice. കൊള്ളാം. How are you, Thomas? തോമസ് എങ്ങനെയാണ്? How are you, Varghese? എങ്ങനെയാണ് വർഗീസേ? Come on now. ഇപ്പൊ വരിക. We'll go for the hotel. നമുക്ക് ഹോട്ടലിൽ പോവാം. Pastor is calling. പാസ്റ്റർ വിളിക്കുവാണ്. Why is calling? പാസ്റ്റർ വിളിക്കുവാണ്. I will not talk anything. ഒന്നും സംസാരിക്കത്തില്ല. I will not talk anything. ഒന്നും സംസാരിക്കത്തില്ല. It's casually. അത് കാഷ്വൽ ആയിട്ട്. Eating kebab. നമുക്ക് കഴിക്കാം. Nicely eat them. കബാബ് കഴിക്കാം. The fear in him will go. അവന്റെ അകത്തുള്ള ആശങ്കകൾ പോവും. The fear in him will go. അവരകത്തുള്ള ഒരു പരിഭ്രമം പോവും. He will be very happy. ഒരു വല്ല സന്തോഷവാന്മാരാകും. Without I calling them, already Sunday he'll be in the church. അവര് ചിന്തിക്കും ഞാൻ വേറെ ഒന്നിനാ വിളിച്ച, പക്ഷെ അവരപ്പോ തന്നെ ഞായറാഴ്ച വന്നിരിക്കും. He'll be calling church and he'll be cleaning the church. ഞായറാഴ്ച ഞാൻ വരുമ്പോ എന്നെക്കാൾ നേരത്തെ വന്ന് ചർച്ച ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. Jesus said, come. യേശു പറഞ്ഞു വരിക. Eat fish. മത്സ്യം കഴിക്കുക. Come and eat bread. വന്ന് അപ്പം കഴിക്കുക. And he just is. As they're eating, അവര് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോ Simeon, ശിമോനെ, what Jesus? എന്താണ് യേശുവേ? Do you really love me? നീ വാസ്തവമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? Slowly entering now. പതിയെ പ്രവേശിക്കുകയാണ്. Slowly is entering now. പതിയെ പത്രോസിലേക്ക് അവൻ എത്തുകയാണ്. Simeon, ശിമോനെ, Jesus, my name is Petros. യേശുവേ എന്റെ പേര് പത്രോസ് എന്നാണ്. Jesus knew that he was a Petros, but again he went back to Simeon life. യേശുവിന് അറിയാം അവൻ പത്രോസ് ആണെന്ന്, പക്ഷെ പിന്നെയും അവൻ പഴയ ശിമോനിലേക്ക് തിരിച്ചു പോയിരിക്കുക. Yes. ശരിയല്ലേ? He knew that he was a Petros. യേശുവിന് അറിയാം അവൻ പത്രോസ് ആണെന്ന്. But his behavior, his action, his lifestyle took him back 3.5 years to Simeon life. പക്ഷെ അവന്റെ പ്രവൃത്തി, മനോഭാവം, ജീവിതശൈലി, ഈ വാക്കുകളെല്ലാം തന്നെ ഇപ്പോ 3.5 വർഷം മുമ്പുണ്ടായിരുന്ന ശിമോനിലേക്ക് മടക്കി കൊണ്ടുപോയി. You observe, Jesus never addressed him as a Petros. നിങ്ങളത് ശ്രദ്ധിക്കണം, നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. യേശു ആ സമയത്ത് അദ്ദേഹത്തെ പത്രോസെ എന്നല്ല വിളിച്ചത്. Simeon, ശിമോനെ, do you love me? നീ എന്നെ വാസ്തവമായി സ്നേഹിക്കുന്നുണ്ടോ? Yes, Lord. ഉവ്വ് കർത്താവേ, I will love you. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. The 2 words of love is mentioned there. സ്നേഹത്തെക്കുറിച്ചുള്ള 2 പദങ്ങളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. When Jesus asked, യേശു അത് ചോദിച്ചപ്പോ, that is agape.
അത് അഗാപ്പെ എന്ന വേർഡാണ്. When a Peter replying, that was a philios. പത്രോസ് മറുപടി പറഞ്ഞപ്പോ അത് ഫിലിയോസ് എന്ന വേർഡാണ്. But in English or in other texts it will be there in love. പക്ഷെ ഇംഗ്ലീഷ് ബൈബിളിൽ വേറെ വാക്കില്ലാത്തത് കൊണ്ട് രണ്ടിനും സ്നേഹം എന്നാ കൊടുത്തിരിക്കുന്നത്. But when you look into the Greek Bible, എന്നാൽ ഗ്രീക്ക് വേദഭാഗത്തിലേക്ക് പോകുമ്പോ, Peter, Simeon, ശിമോനെ, do you really love me? നീ എന്നെ വാസ്തവമായിട്ട് അഗാപ്പെ ചെയ്യുന്നുണ്ടോ? Agape love. അഗാപ്പെ സ്നേഹം. And Peter said, yes Lord, I will love you. പത്രോസ് പറഞ്ഞു, അതെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. That is a philios. അത് ഫിലിയോസ് ലവ് ആണ്, Brotherly love. സഹോദര സ്നേഹം. But Jesus said, God, do you love me with a divine love? പക്ഷെ കർത്താവ് ചോദിച്ചത്, നീ എന്നെ ദിവ്യമായ സ്നേഹം കൊണ്ട് സ്നേഹിക്കുന്നുണ്ടോ? But he just replying with a brotherly love. പക്ഷെ അദ്ദേഹം വെറും സഹോദര സ്നേഹം കൊണ്ട് സ്നേഹിക്കുന്നു എന്നാ മറുപടി പറഞ്ഞത്. Now Jesus is entered into them a communication now, a building a relationship now. ഇപ്പൊ വീണ്ടും അടുത്ത ആശയവിനിമയത്തിന്റെ തലത്തിലേക്ക് യേശു പ്രവേശിച്ചു, കുറച്ചുകൂടെ ആഴമായി പോവുകയാണ്. Restoration part is finished, now is entering into the relationship. യഥാസ്ഥാനത്വത്തിന്റെ ഭാഗം കഴിഞ്ഞു, ഇപ്പോൾ അടുത്ത ബന്ധത്തിന്റെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. Restore them from backsliding. പിന്മാറ്റത്തിൽ നിന്ന് അവരെ യഥാസ്ഥാനപ്പെടുത്തി. Restore them from failures. പരാജയത്തിൽ നിന്ന് അവരെ യഥാസ്ഥാനപ്പെടുത്തി. Restoring them from the ministry. ശുശ്രൂഷയിലേക്ക് അവരെ യഥാസ്ഥാനപ്പെടുത്തി. Restoring them from the ministry. ശുശ്രൂഷയിലേക്ക് അവരെ യഥാസ്ഥാനപ്പെടുത്തി. Now they are with Jesus. ഇപ്പോൾ അവർ യേശുവിന്റെ കൂടെ. Now the building a relationship now. ഒരു ബന്ധം സ്ഥാപിച്ചു തുടങ്ങുകയാണ്. Relationship always begins with the love. ബന്ധം എപ്പോഴും സ്നേഹത്തിലാണ് ആരംഭിക്കുന്നത്. Relationship will never builds with the materialism. ബന്ധം ഒരിക്കലും ഭൗതിക കാര്യങ്ങളിലൂടെ അല്ല ആരംഭിക്കുന്നത്. Through love you can win people. Through love you can build his kingdom. സ്നേഹത്തിലൂടെ നിനക്ക് ആളുകളെ പണിയാൻ പറ്റും. സ്നേഹത്തിലൂടെ നിനക്ക് ദൈവരാജ്യത്തെ പണിയാൻ പറ്റും. Through love you can draw people to Jesus. സ്നേഹം കൊണ്ട് നിനക്ക് യേശുവിന്റെ അടുക്കലേക്ക് ആളുകളെ കൊണ്ടുവരാൻ കഴിയും. And now you see that Jesus was asking them a question, and now the Simeon was replying them. യേശു അവരോട് ചോദ്യം ചോദിക്കുകയും ശിമോൻ അവരോട് മറുപടി പറയുകയും ചെയ്യുകയാണ്. ഇപ്പോ yes Lord, I will love you. അതെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. Peter confession, പത്രോസിന്റെ ഏറ്റുപറച്ചില്, Jesus commission. യേശുവിന്റെ ദൗത്യം. Confession, commission. ഏറ്റുപറച്ചിലും ദൗത്യ നിർവഹണവും. The commission follows confession. ദൗത്യമാണ് ഏറ്റുപറച്ചിലിന് പുറകെ, ഏറ്റുപറച്ചിലാണ് ദൗത്യത്തിലേക്ക് നിന്നെ നയിക്കുന്നത്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Do you really love Jesus? നീ വാസ്തവമായി യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? If you really love Jesus now, the commission is given now. നീ വാസ്തവമായി യേശുവിനെ സ്നേഹിക്കുന്ന ഇപ്പോൾ ദൗത്യം ഏൽപ്പിക്കപ്പെടുകയാണ്. Responsibility is given now. ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെടുകയാണ്. Now responsibility follows accountability now. ഇപ്പോൾ ഉത്തരവാദിത്തത്തിന് കണക്ക് ബോധ്യപ്പെടുത്തൽ ആവശ്യമാണ്. Praise the Lord. Amen. Hallelujah. Hallelujah. Confession, commission, responsibility, accountability. ഏറ്റുപറച്ചിൽ, ദൗത്യം, സമർപ്പണം, അവസാനമായി കണക്ക് ബോധിപ്പിക്കൽ. Church, സഭയെ, beauty of Jesus talking to the Simeon is bringing him back to the Petros. പത്രോസുമായിട്ടുള്ള ശിമോനുമായിട്ടുള്ള കർത്താവിന്റെ അഭിമുഖ സംഭാഷണം അവനെ മനോഹരമായി പത്രോസിലേക്ക് മടക്കി വരുത്തുകയാണ്. Do you really love me? നീ വാസ്തവത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? Yes Lord. അതെ കർത്താവ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. Do you really love me? നീ വാസ്തവമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? Yes Lord, I will love you. അതെ കർത്താവ്, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. Do you really love more than all of them? ഇവയെല്ലാത്തിലും അധികം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? Why Jesus used all these? ഇവയെല്ലാം കർത്താവ് എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത്? More than these? ഇവയെല്ലാത്തിനേക്കാളും അധികം, ഇവരെല്ലാവരെക്കാളും. Do you love me more than these? ഇവരെല്ലാവരെക്കാളും അധികം നീ എന്നെ സ്നേഹിക്കുന്നു. Do you love me more than the Tiberias Sea? ഈ കടലിനേക്കാളും അധികം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? Do you really love me than the boat? ഈ മീൻ പിടിക്കുന്ന ബോട്ടിനേക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? Do you really love me more than the net? ഈ വലയേക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? Do you really love me, your profession? നിന്റെ ജോലിയേക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ?
Jesus is asking clearly. യേശു വ്യക്തമായി ചോദിക്കുകയാണ്. Praise the Lord. Praise God. Hallelujah. Hallelujah. When Jesus was talking to them, യേശു അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ the Peter heart was restoring, convicting, building. പത്രോസിന്റെ ഹൃദയം യഥാസ്ഥാനപ്പെടുകയാണ്, തന്റെ തെറ്റുകളെ തിരിച്ചറിയുകയാണ്, വീണ്ടും പുനർപണിയപ്പെടുകയാണ്. Praise the Lord. Amen. Jesus was often again and again he was talking to them. അവരോട് പിന്നെയും കർത്താവ് സംസാരിക്കുകയാണ്. Jesus wants your love. യേശുവിന് നിന്റെ സ്നേഹം വേണം. He needs your love. നിന്റെ സ്നേഹം യേശുവിന് വേണം. Even tonight is asking you, do you love me? ഇന്ന് രാത്രിയും നിന്നോട് കർത്താവ് ചോദിക്കുന്ന ഒറ്റ ചോദ്യം, നീ എന്നെ വാസ്തവമായി Do you സ്നേഹിക്കുന്നുണ്ടോ? love more than all these? ഇവ എല്ലാറ്റിനേക്കാളും അധികം നീ എന്നെ What is സ്നേഹിക്കുന്നു. your answer? എന്താണ് നിന്റെ മറുപടി? Yes, Lord, I will love you. അതെ കർത്താവ്, എല്ലാറ്റിലും അധികം ഞാൻ അങ്ങയെ More സ്നേഹിക്കും. than Sea of Tiberia. സമുദ്ര കടലിനേക്കാൾ അധികം, More than my profession. എന്റെ ജോലിയേക്കാൾ അധികം, More than my boat. എന്റെ ബോട്ടിനേക്കാൾ അധികം, More than net. എന്റെ വലകളേക്കാൾ I അധികം will love you, Jesus. ഞാൻ അങ്ങയെ സ്നേഹിക്കും. I love you, Jesus. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. Do you love Jesus? Come on, say, do you love Jesus? യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? How many of you say, I love Jesus? എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ Come on, യേശുവിനെ I love സ്നേഹിക്കുന്നു? Jesus. ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. Good, you said you are expressed, you love Jesus. പ്രദർശിപ്പന ഭാവം വെളിപ്പെടുത്തിക്കൊണ്ട് പറ യേശുവിനെ സ്നേഹിക്കുന്നെന്ന്. Now commission is given to you. ഇപ്പോൾ ദൗത്യം നിങ്ങൾക്ക് നൽകപ്പെടുകയാണ്. They feed my lamp. എന്റെ ആടുകളെ സൂക്ഷിക്കുക, Feed my lamp. എന്റെ ആടുകളെ പോഷിപ്പിക്കുക. The commission is given now. ദൗത്യ നിർവഹണം നൽകുകയാണ്. Responsibility is given them. ഉത്തരവാദിത്തങ്ങൾ അവർക്ക് നൽകപ്പെടും. If you really love Jesus, നിങ്ങൾ വാസ്തവമായി കർത്താവിനെ the സ്നേഹിക്കുന്നുണ്ടോ? responsibility will be given to you. ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് തരപ്പെടും. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Jesus said, യേശു പറഞ്ഞു, the beautifully, മനോഹരമായി പറയുകയാണ്, more. അധികം, It's a loyal. വിധേയത്വം, More. കൂടുതൽ, It's a devoted. അത് വിശുദ്ധീകരിക്കപ്പെട്ടതാണ്. More. അധികം, It is a committed. അത് സമർപ്പിക്കപ്പെട്ടതാണ്. Again and again, Jesus was reminding them. വീണ്ടും വീണ്ടും യേശു അവരെ ഓർപ്പിക്കുകയാണ്. Why? എന്തുകൊണ്ട്? Because he knew the Peter. അവന് പത്രോസിനെ അറിയാം. When you read Matthew 26 chapter from verse 23 onwards, മത്തായി 26:23 മുതൽ നിങ്ങൾ വായിച്ചാൽ, he said, Lord, I will follow you, I will die for you. പത്രോസ് പറഞ്ഞു, കർത്താവേ, ആരെല്ലാം നിന്നെ വിട്ടുപോയാലും ഞാൻ വിട്ടുപോകത്തില്ല, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണ് നിന്റെ കൂടെ. But Jesus said, എന്നാൽ യേശു പറഞ്ഞു, tomorrow by this time, നാളെ ഈ സമയത്ത് you will deny me 3 times. നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. You will deny me 3 times. നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. But what Jesus said exactly it happened. കർത്താവ് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചു. That's why Jesus is again and again asking Peter, do you really love me, Peter? അതുകൊണ്ട് ആ പത്രോസിനോട് കർത്താവ് ആവർത്തിച്ച് ചോദിക്കുന്നത്, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? Because you said you are ready to go to the prison. കാരണം നീ നേരത്തെ പറഞ്ഞിട്ടില്ലേ, തടവറയിൽ പോകാനും ഞാൻ തയ്യാറാ. You are not like other disciple. മറ്റുള്ള ശിഷ്യന്മാരെ പോലെ അല്ല, You are ready to die. മരിക്കാൻ വരെ തയ്യാറായിരുന്നു. But I thought what God is asking them, do you really love me? ഇപ്പൊ കർത്താവ് അവനോട് ചോദിക്കുക, നീ വാസ്തവമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? Praise the Lord. Praise God. Hallelujah. Hallelujah. Peter was really convinced, convicted, responded to Jesus. അവൻ വാസ്തവമായി അവൻ തെറ്റി തിരിച്ചറിയുകയും അവൻ കർത്താവിന്റെ ചോദ്യത്തോട് പ്രതികരിക്കുകയും ചെയ്തു. Confession, ഏറ്റുപറച്ചിൽ, commissioned, ദൗത്യം. and Peter told, caused to follow Jesus. കർത്താവിനോട് പറഞ്ഞതേ, ഞാൻ അങ്ങയെ പിന്തുടരും. Come, Aaron, come here. ആരോനോട് വന്നേ. Aaron, I will not leave him. ആരോനെ, ഞാൻ നിന്നെ കൈവിടുകയില്ല. Aaron is young now. ആരോൻ വളരെ ചെറുപ്പക്കാരനാ. He is running. അദ്ദേഹം ഓടുകയാണ്. As he like. അവൻ ഇഷ്ടമുള്ളതുപോലെ He ഓടുകയാണ്. is jumping now. അപ്പൊ അവൻ തുള്ളുകയാണ്. As he like. അവൻ ഇഷ്ടമുള്ളതുപോലെ. Young man. ചെറുപ്പക്കാരൻ. Wherever he likes, he is going now. അവൻ ഇഷ്ടമുള്ളിടത്തൊക്കെ പോകുന്നുണ്ട്. Wherever he goes, he is just jumping himself. അവന് പോകുന്നിടത്തെല്ലാം അവൻ ചാടി തുള്ളി നടക്കുക.
Right, good. Somebody senior citizen come here. ആരെങ്കിലും സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? Come here, somebody. Right, very good. Thank you. Welcome. When you are young, നിങ്ങൾ ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ you will run as you like. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഓടാൻ പറ്റും. Nobody will hold you. ആരും നിങ്ങളെ പിടിച്ചു നിർത്തത്തില്ല. You will go wherever you like. ഇഷ്ടമുള്ളിടത്തൊക്കെ പോകാൻ പറ്റും. You will do things whatever you like. നിനക്ക് ബോധിച്ചതുപോലെ എല്ലാം ചെയ്യാൻ കഴിയും. Finish. പോകാം. When he become old, അദ്ദേഹം പ്രായമാകുമ്പോൾ he cannot go wherever he likes. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെ അവിടെ എല്ലാം പോകാൻ പറ്റത്തില്ല. Body is not allowing him. ശരീരം അത് അനുവദിക്കത്തില്ല. As you grow old, നിങ്ങൾ വളർച്ചയിലേക്ക് പോകുമ്പോൾ, പ്രായത്തിലേക്ക് പോകുമ്പോൾ, so you need somebody to help you. ചിലർ നിന്നെ സഹായിപ്പാന് നിനക്ക് ആവശ്യമുണ്ടാവും. As the days pass by, ദിനങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ, now I will lead him. ഞാനിപ്പോ അദ്ദേഹത്തെ കൈപിടിച്ച് നടത്തുകയാണ്. Now I will lead him. ഞാനിപ്പോ അദ്ദേഹത്തെ കൈപിടിച്ച് നടത്തുകയാണ്. He is not willing to come with me. എന്നോടൊപ്പം വരാൻ പുള്ളിക്ക് താല്പര്യമൊന്നുമില്ല. He is not willing to come my ways. എന്റെ ദിശയിലേക്ക് വരാൻ പുള്ളിക്ക് താല്പര്യമില്ല. But yet I am pulling my ways. പക്ഷെ എങ്കിലും ഞാൻ അദ്ദേഹത്തെ വലിച്ചു കൊണ്ടുപോവുക. He is not happy. അദ്ദേഹം സന്തോഷവാനല്ല. He is not happy. അദ്ദേഹം സന്തോഷവാനല്ല. His ways are different. അദ്ദേഹത്തിന്റെ ചിന്തകളും വഴികളും But വ്യത്യസ്തമാണ്. I am pulling him from my direction. പക്ഷെ എന്റെ ദിശയിലേക്ക് അദ്ദേഹത്തെ ഞാൻ വലിച്ചു കൊണ്ടുപോവുകയാണ്. Like that, many parents are like in the house. അങ്ങനെ തന്നെയാണ് അനേകം മാതാപിതാക്കൾ വീടുകളിൽ. They no freedom. അവർക്ക് സ്വാതന്ത്ര്യമില്ല. No happy. സന്തോഷമില്ല. Only when I lead them, he has to come. ഞാൻ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ മാത്രമേ എന്നോടൊപ്പം വരാൻ കഴിയത്തുള്ളൂ. I'm leading him where sometimes he don't like it. അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ചിലപ്പോൾ ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോകും. That's Jesus is talking here. അതാ യേശു ഇവിടെ പറയുന്നത്. When you read here in the passage, ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ Jesus said, യേശു പറയുകയാണ്, look, the young people, ചെറുപ്പക്കാരനെ നോക്ക്, they are their own traveling. അവരവരുടെ സ്വന്തം ദിശയിൽ യാത്ര ചെയ്യുകയാണ്. But when they become old, എന്നാൽ അവൻ പ്രായമാകുമ്പോൾ, now you are free. ഇപ്പൊ നീ സ്വതന്ത്രനാ. When you become old, നീ പ്രായമാകുമ്പോൾ somebody must lead you. ആരെങ്കിലും ഒരാൾ നിന്നെ കൈക്ക് പിടിച്ച് നടത്തേണ്ടി വരും. But be careful. പക്ഷേ ശ്രദ്ധിക്കുക. But be careful. ശ്രദ്ധാലുവായിരിക്കുക. In the same passage, ഈ അതേ ഭാഗത്ത് തന്നെ now Jesus said, ഇപ്പൊ യേശു പറയുകയാണ്, follow me. എന്നെ പിന്തുടരുക. Follow me. എന്നെ പിന്തുടരുക. Follow me. എന്നെ അനുഗമിക്കുക. Listen very carefully. കർത്താവ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. When Jesus called Peter, യേശു പത്രോസിനെ വിളിച്ചപ്പോ 3.5 years back, 3.5 വർഷങ്ങൾക്ക് പുറകിൽ, in Matthew 4th chapter, മത്തായി 4-ാമത്തെ അധ്യായത്തിൽ, follow me. എന്നെ പിന്തുടരുക. I will make you fishers of men. ഞാൻ നിന്നെ ആളുകളെ, മനുഷ്യരെ പിടിക്കുന്നവനാക്കും. The same words again is repeating here. ഇപ്പൊ ഇവിടെ അതേ വാക്കുകൾ ആവർത്തിക്കുകയാണ്. Follow me. എന്റെ പിന്നാലെ വരിക. Follow me. എന്റെ പിന്നാലെ You വരിക. are forgotten the word follow. Follow, പിന്തുടരുക എന്ന വാക്ക് നീ മറന്നുപോയി. You are forgotten, you are denied. നീ നിന്റെ വാക്കുകൾ നീ അവഗണിച്ചു. Jesus took them back 3.5 years. What he gave a first call, first word, follow me. 3.5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും 3.5 വർഷങ്ങൾക്ക് പുറകിൽ പറഞ്ഞ ആദ്യത്തെ വാക്ക്, ആദ്യത്തെ നിർദ്ദേശം യേശു ആവർത്തിച്ചു. Maybe the same word Jesus spoke to you 5 years back, 10 years back, 20 years back, but tonight God is reminding you, follow. ഒരുപക്ഷെ നിന്നോടും 5 വർഷങ്ങൾക്ക് പുറകിൽ, 10 വർഷം പുറകിൽ, 20 വർഷം പുറകിൽ പറഞ്ഞ അതേ കാര്യം ഇന്ന് രാത്രിയിലും കർത്താവ് ആവർത്തിക്കുന്നുണ്ടാകാം. What are you doing? നിങ്ങൾ എന്താണ് You have ചെയ്തുകൊണ്ടിരിക്കുന്നത്? forgotten me. നീ എന്നെ മറന്നു കളഞ്ഞു. You are away from me. എന്നിൽ നിന്ന് അകന്നുപോയി. You denied me. എന്നെ You തള്ളിക്കളഞ്ഞു. have forgotten Great Commission. വലിയ ദൗത്യം നീ മറന്നുപോയി. I came to restore you. ഞാൻ നിന്നെ യഥാസ്ഥാനപ്പെടുത്താൻ വന്നിരിക്കുന്നു. Follow me. എന്റെ പിന്നാലെ വരിക. When you are young, നീ ചെറുപ്പക്കാരനായി, when you have energy, നിനക്ക് ശക്തി when you have a strength, ബലം ഉണ്ടായിരുന്നു. you can think your own. നിനക്ക് ബോധിച്ചതുപോലെ You will run wherever you like. ഇഷ്ടമുള്ളിടത്തൊക്കെ നീ ഓടി. You may do everything whatever you like. നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം നീ ചെയ്തുകൊണ്ടിരുന്നു. But when you become old, എന്നാൽ നീ പ്രായാധിക്യം ചെന്നപ്പോ people must carry you. ആളുകൾ നിന്നെ എടുത്തുകൊണ്ട് പോകണം. You are not willing.
നിനക്ക് ഇഷ്ടമല്ല, but still people will carry you. എങ്കിലും നിന്നെ ആളുകൾ കൊണ്ടുപോവുകയാണ്. You don't want to sit there. അവിടെ ഇരിക്കാൻ താല്പര്യമില്ല. People will make you to sit there. നിന്നെ അവിടെ ബലമായിട്ട് പിടിച്ച് You don't want to eat. നീ കഴിക്കാൻ ഇഷ്ടമല്ല. People make you to eat. പക്ഷെ ആളുകൾ നിന്നെ കഴിപ്പിക്കും. What a tragedy. എന്തൊരു ദുരന്തമാണല്ലേ. Church, സഭയെ, this is a good time. ഇതൊരു നല്ല സമയമാണ്. This is a good time. ഇത് നല്ല സമയമാണ്. When all facilities given to you, നിനക്ക് എല്ലാ സുഖപ്രദമായ സൗകര്യങ്ങളും നിനക്ക് നൽകപ്പെടുമ്പോൾ you may not know the value. നിനക്ക് അതിന്റെ വില എന്തെന്ന് അറിയത്തില്ല. Because you are in the comfort zone. കാരണം നീ ഒരു സുഖപ്രദമായ സ്ഥലത്തിലാണ്. Bible says, ബൈബിൾ പറയുന്നു, as long as Jesus was with them, യേശു അവരോട് കൂടെ ഉണ്ടായിരുന്നിടത്തോളം they never knew the pain. അവർക്ക് ഒരിക്കലും വേദന എന്തെന്ന് അറിയില്ലായിരുന്നു. When Jesus departed, യേശു അവരെ വിട്ടുമാറിയപ്പോൾ they became insecure. അവര് അരക്ഷിതരായി മാറി. They lost every hope. എല്ലാ പ്രതീക്ഷയും അവർക്ക് നഷ്ടപ്പെട്ടു. They're puzzled. They're confused. അവർ ആശയക്കുഴപ്പത്തിലായി. Fear gripped them. അവരുടെ ഉള്ളിൽ They're ഭയമുണ്ടായി. unable to step forward. അടുത്തൊരു സ്റ്റെപ്പ് വെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. Everything chaos. എല്ലാം പ്രശ്നസങ്കുലിതമായി. Again Jesus spoke to them. വീണ്ടും യേശു അവരോട് Follow me. എന്റെ പിന്നാലെ വരിക. Follow me. എന്റെ പിന്നാലെ വരിക. Matthew 4th chapter you used this word, but now in John 21st chapter he is using the same word. മത്തായി 4-ാം അധ്യായത്തിൽ യേശു ഇതേ വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ യോഹന്നാൻ 21-ാം അധ്യായത്തിലും അതേ വാക്ക് യേശു ഉപയോഗിക്കുകയാണ്. You failed disciples. അതാ പരാജിതരായ You are ശിഷ്യന്മാർ, diverted. നിങ്ങൾ തിരിഞ്ഞുപോയി. Follow me. എന്റെ പിന്നാലെ വരിക. Praise the Lord. Praise God. All disciples stood up എല്ലാ ശിഷ്യന്മാരും and they made a decision. അവരൊരു തീരുമാനമെടുത്തു. Jesus, യേശുവേ, Rabbi, ഗുരു, from today ഇന്ന് മുതൽ no turning back. പുറകോട്ടില്ല, No turning back. പിന്നോട്ടില്ല. From today ഇന്ന് മുതൽ no turning back. പിന്നോട്ട് നോക്കുക, Only marching forward. മുന്നോട്ട് മാത്രം. Proclaim the gospel. സുവിശേഷം പ്രഖ്യാപിക്കും. We will receive the anointing of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങൾ We will go into the world and preach God's word. ഞങ്ങൾ എല്ലായിടത്തും പോയി ദൈവത്തിന്റെ വചനം പ്രസംഗിക്കും. No more turning back. ഇനി ഒരു പിന്നോട്ട് പോക്കില്ല. You will not see me at the Sea of Tiberia. ഇനിയല്ല നീ തൈബീരിയൻ കടലിൽ You will not see me in the old profession. പഴയ പണിയിൽ എന്നെ ഇനി നീ കാണത്തില്ല. You will not see me in the same boat. പഴയ ബോട്ടിൽ ഇനി എന്നെ നീ കാണത്തില്ല. We will march forward. ഞങ്ങൾ മുൻപോട്ട് We പോകും. will preach God's word. ഞങ്ങൾ കർത്താവിന്റെ We വചനം will go to the പ്രസംഗിക്കും. upper room. ഞങ്ങൾ മാളിക We മുറിയിൽ receive anointing of the Holy Spirit. അഭിഷേകത്തെ ഞങ്ങൾ പ്രാപിക്കും. From that day onwards, അന്ന് മുതൽ disciples never returned back. ശിഷ്യന്മാർ ഒരിക്കലും പിന്മാറിപ്പോയിട്ടില്ല. Dear church, പ്രിയ സഭയെ, God is talking to you. കർത്താവ് നിന്നോട് സംസാരിക്കും. Follow me. എന്റെ പിന്നാലെ വരിക. I came to restore you. ഞാൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്താൻ I came to rebuild you. നിങ്ങളെ വീണ്ടും പണിയാൻ I വന്നിരിക്കുന്നു. came to renew you. നിങ്ങളെ പുതുക്കത്തിലേക്ക് I നയിക്കാൻ came to വന്നിരിക്കുന്നു. call you back. ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാൻ വന്നതാ. I am with you. ഞാൻ നിന്റെ കൂടെയുണ്ട്. Praise God. Don't forget his plan. അവന്റെ പദ്ധതിയെ Don't മറന്നുകളെ. forget his call. അവന്റെ വിളിയെ മറന്നുകളെ. Don't forget his purpose. അവന്റെ ഉദ്ദേശത്തെ Don't മറന്നുകളെ. forget his will. അവന്റെ ഹിതം Follow മറന്നുകളെ. him. പിന്നെ പിന്തുടരുക. Praise the Lord. Praise God. John, ജോൺ, Peter, പത്രോസേ, Nathaniel, നഥാനിയേലേ, we made a great mistake. നമ്മളൊരു വലിയ തെറ്റ് ചെയ്തു. But today, എന്നാൽ ഇന്ന് shall we make a decision? നമുക്കൊരു തീരുമാനം എടുക്കാമോ? Shall we make a decision? നമുക്കൊരു തീരുമാനം എടുത്താലോ? We will die for him. നമ്മൾ അവന് വേണ്ടി മരിക്കും. We will proclaim God's word. അവൻ കർത്താവിന്റെ വചനം നമ്മൾ സംസാരിക്കും. We will ready to die for Jesus. ആ യേശുവിന് വേണ്ടി ചാകാനും തയ്യാറാ. Come on now. വരിക, നമുക്ക് ഇപ്പോൾ Let us go to Jerusalem. നമുക്കിനി യെരൂശലേമിലേക്ക് പോകാം. Let us go to Jerusalem. നമുക്ക് now. ജെറുസലേമിലേക്ക് പോകാം. Let us go to the upper room now. മാളിക മുറിയിലേക്ക് ഇപ്പോൾ We പോകാം. will tarry for 10 days there. അവിടെ 10 ദിവസം നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. They spend time. അവർ സമയം ചെലവഴിച്ചു. They spend time ടൈം ചെലവഴിച്ചു. till they receive the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ They പ്രാപിച്ചു. prayed. അവർ പ്രാർത്ഥിച്ചു. They prayed. അവർ പ്രാർത്ഥിച്ചു. They prayed. അവർ പ്രാർത്ഥിച്ചു. 10 days consistently they prayed. 10 ദിവസം നിരന്തരമായി അവർ The പ്രാർത്ഥിച്ചു. day came, anointing came upon them. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം Holy Spirit came upon them. പരിശുദ്ധാത്മാവ് അവരുടെ They were all filled with the Holy Spirit. എല്ലാവരും ആത്മാവിൽ They നിറഞ്ഞു. spoke in tongues. അന്യഭാഷകളിൽ സംസാരിച്ചു.
സംസാരിച്ചു. Peter stood up now. പത്രോസ് എഴുന്നേറ്റ് നിന്നു. Backslidden Peter. പിന്മാറ്റക്കാരനായ Failure പത്രോസ്, Peter. പരാജിതനായ Forgotten പത്രോസ്, Peter. മറന്നുപോയ പത്രോസ് Boldly stood up. ധൈര്യപൂർവ്വം എഴുന്നേറ്റ് Became a first Pentecost preacher. ആദ്യത്തെ പെന്തക്കോസ്ത് പ്രസംഗകനായി മാറി. Praise the Lord. Hallelujah. 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 Do you want to be a first preacher? നിങ്ങൾക്കൊരു ആദ്യ Do you want to restore yourself? Do you want to get back what you lost in your life? ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കണം. Jesus is ready to give you back. യേശു തിരിച്ചു വരാൻ തയ്യാറാ. Hallelujah. Hallelujah. You may lost your desire. You may lost your passion. You may lost your despair. നിന്റെ നിരാശ, You may lost your vision. നിന്റെ But today, നഷ്ടപ്പെടുത്തിയോ? Jesus is ready to give you back. യേശു നിനക്കത് തിരിച്ചു തരാൻ തയ്യാറാണ്. He is ready to give you back. അവൻ നിനക്കത് തിരികെ തരാൻ തയ്യാറാണ്. Praise the Lord. Amen. Hallelujah. Hallelujah. Make a decision. ഒരു തീരുമാനം ചെയ്യുക. Whenever you come, നീ വരുമ്പോഴൊക്കെയും listen the message. പ്രസംഗം ശ്രദ്ധിക്കുക. Don't go back simply. വെറുതെ അങ്ങ് പൊക്കളയരുത്. Make a decision and go. ഒരു തീരുമാനം എടുത്തിട്ട് വേണം തിരികെ Make a പോകാൻ. decision and go. ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോകണം. Praise the Lord. Praise God. Your decision determines your future. നിന്റെ തീരുമാനമാണ് നിന്റെ ഭാവിയെ നിർണയിക്കുന്നത്. Your decision helps you elevation. നിന്റെ തീരുമാനമാണ് നിന്റെ ഉയർച്ചയെ സഹായിക്കുന്നത്. When you work, നീ വേല ചെയ്യുമ്പോൾ you will work. നിങ്ങൾക്ക് വേല ചെയ്യാം. When you work, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ you will work. നിങ്ങൾ ജോലി ചെയ്യും. But when you pray, എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ God will work. ദൈവം പ്രവർത്തിക്കും. When you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ God will work. ദൈവം പ്രവർത്തിക്കും. Praise the Lord. Praise God. Hallelujah. Hallelujah. Church, listen now. സഭയെ ഇപ്പോൾ എന്നെ ശ്രദ്ധിച്ചാട്ടെ. Disciples, ശിഷ്യന്മാർ they became a great missionaries. അവൻ മഹാന്മാരായ മിഷണറിമാരായി മാറി. They had a failures. അവർക്ക് പരാജയങ്ങൾ ഉണ്ടായിരുന്നു. A small beginning. ചെറിയ തുടക്കമായിരുന്നു. But the time came. എന്നാ ഒരു കാലം വന്നപ്പോ Who they are? ആരാണിവർ? We say them such a courage. ഓ എത്ര ധൈര്യമാണ് ഇവർക്ക്. Such a boldness. എത്ര ധീരതയാണ്. Are they not disciples of Jesus? യേശുവിന്റെ ശിഷ്യന്മാരല്ലേ? Are they not the followers of Jesus? യേശുവിന്റെ പുറകെ നടന്നവരല്ലേ അവർ? How come they are bold? ഇത്രയും ധൈര്യം എവിടെ നിന്ന് കിട്ടി? They saw a change in disciples. അവരുടെ ശിഷ്യന്മാരിൽ ഉണ്ടായ മാറ്റം അവർക്ക് കാണാൻ കഴിഞ്ഞു. From failure to success. പരാജയത്തിൽ നിന്ന് ജയത്തിലേക്ക്. Are you failed? നിങ്ങൾ പരാജയപ്പെട്ടോ? Are you weak? നിങ്ങൾ ബലഹീനരാണോ? Are you lost something in your life? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയോ? But God will restore you. കർത്താവ് യഥാസ്ഥാനപ്പെടുത്തും. He appears to build relationship. അവൻ അവരുടെ മേൽ ബന്ധം പണിയേണ്ടവന് സ്ഥാപിക്കേണ്ടവന് അവൻ അവർക്ക് വെളിപ്പെട്ടു. Jesus appears to you. യേശു നിനക്ക് വെളിപ്പെടുകയാണ്. He appears to you. നിങ്ങൾക്ക് അവൻ വെളിപ്പെടുകയാണ്. He will come and talk to you. അവൻ വന്ന് നിങ്ങളോട് സംസാരിക്കും. Praise the Lord. Praise God. Make a decision. ഒരു തീരുമാനം എടുക്കുക. In 21 days, 21 ദിനങ്ങൾ you must see a transformation in your life. നിന്റെ ജീവിതത്തിനകത്തൊരു രൂപാന്തരം നിങ്ങൾ കണ്ടേ മതിയാകൂ. Don't underestimate yourself. നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങൾ വില കുറച്ച് കാണരുത്. Remove all your negative thoughts. നിങ്ങളുടെ എല്ലാ നിഷേധാത്മകമായ ചിന്തകളെയും എടുത്തു മാറ്റുക. Look to Jesus. യേശുവിലേക്ക് നോക്കുക. Look to Jesus. യേശുവിലേക്ക് നോക്കുക. Have hope in Him. അവനിൽ പ്രതീക്ഷ വെക്കുക. He will never disappoint you. അവൻ ഒരിക്കലും നിന്നെ He will നിരാശപ്പെടുത്തില്ല. lift you up. അവൻ നിങ്ങളെ ഉയർത്തും. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. How many of you believe that God will restore you? ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുമെന്ന് എത്ര പേർ How വിശ്വസിക്കുന്നു? many of you believe God will give you back? നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? Come on, everybody lift up your hand. Say, I am receiving what I lost. കരമുയർത്തി പറ, എനിക്ക് നഷ്ടപ്പെട്ടവ ഞാൻ തിരികെ പ്രാപിക്കുകയാണ്. Follow Jesus. യേശുവിനെ പിന്തുടരുക. Take up your cross. Take നിങ്ങളുടെ up your cross. ക്രൂശിനെടുക്കുക. Deny yourself നിന്നെ തന്നെ വെറുക്കുക. and follow Jesus. യേശുവിനെ പിന്തുടരുക. Take up your cross. നിന്റെ ക്രൂശെടുത്ത് Deny yourself നിന്നെ തന്നെ വെറുത്ത് and follow Jesus. യേശുവിനെ പിന്തുടരുക. Following Jesus is very costly. യേശുവിനെ പിന്തുടരുക എന്നത് വിലയേറിയതാണ്. You see that restoration. നിങ്ങൾ ആ യഥാസ്ഥാനം കണ്ടു.
confession, ഏറ്റുപറച്ചിലുണ്ടായി, commission, ദൗത്യം കൈമാറപ്പെട്ടു, and cost to follow Jesus. അന്ന് യേശുവിനെ പിന്തുടരാനുള്ള വില അവർ സമർപ്പിച്ചു. The four things I spoke to you from this passage. ഈ പാസേജിൽ നിന്ന് 4 കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചു. Restoration, യഥാസ്ഥാനം, confession, ഏറ്റുപറച്ചിൽ, commission, ദൗത്യം ഏൽപ്പിക്കൽ, and cost to follow Jesus. യേശുവിനെ പിന്തുടരാനുള്ള വില. Hallelujah. Hallelujah. Because you are a praying church. കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സഭയാണ്. You are a mission centered church. നിങ്ങൾ ദൗത്യ കേന്ദ്രീകൃതമായ ഒരു സഭയാണ്. When you follow Jesus, നിങ്ങൾ യേശുവിനെ പിന്തുടരുമ്പോൾ you will not lack anything. ഒരു കുറവും നിനക്കുണ്ടാവുകയില്ല. You will not lack anything. നിങ്ങൾക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. Praise the Lord. Praise God. When I went to Raichur, I don't know how I will spend my next day. ഞാൻ റായ്ചൂരിലേക്ക് ആദ്യം പോകുമ്പോൾ അടുത്ത ദിവസം എങ്ങനെ തള്ളി നീക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. But one thing I know, Jesus will take care of my life. ഒരു കാര്യം എനിക്കറിയാമായിരുന്നു, യേശു എൻ്റെ ജീവിതത്തെ നോക്കിക്കൊള്ളും. When I went there, land up, nothing was there, only Tanga was there. Tanga. ഞാൻ അവിടെ പോകുമ്പോൾ Horse. കുതിരവണ്ടി മാത്രമേ ഇവിടെ Chariot, small chariot, Basanti. ചെറിയൊരു കുതിരവണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. Now you got it. No auto. ഓട്ടോറിക്ഷ ഇല്ല, Nothing. ഒന്നുമില്ല. Everybody said, എല്ലാരും പറഞ്ഞു, you are highly potential, why can't you stay in Bangalore? നീ നല്ല സാമർഥ്യമുള്ള ആളാണ്, എന്തുകൊണ്ട് നിനക്ക് ബാംഗ്ലൂരിൽ തന്നെ നിന്നുകൂടാ? But I chosen to make history. പക്ഷേ ഒരു ചരിത്രം ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു. Very dry place. വളരെ വരണ്ട സ്ഥലം. No Pentecost movement. ഒരു പെന്തിക്കോസ്ത് ചലനവും അവിടെ ഇല്ല. I went such a place. അങ്ങനെ ഒരു സ്ഥലത്തേക്കാ ഞാൻ പോയത്. But thank God, കർത്താവിന് നന്ദി. through my ministry, എന്റെ ശുശ്രൂഷയിലൂടെ people are influenced. ജനങ്ങൾ ആകർഷിക്കപ്പെട്ടു. In the urban, I planted 6 churches. അങ്ങനെ എന്നിൽ നിന്ന് പ്രചോദനം ലഭിച്ചിട്ട് ഇതുപോലുള്ള അർബൻ പ്ലേസസിൽ ധാരാളം പേർ സഭകൾ സ്ഥാപിക്കാൻ തുടങ്ങി. Win soul, train them, make disciple, plant them. Win soul, train them, make them disciple, plant the church. ആത്മാക്കളെ നേടുക, അവരെ പരിശീലിപ്പിക്കുക, സഭകൾ സ്ഥാപിക്കുക, പിന്നെയും ആത്മാക്കളെ നേടുക, പരിശീലിപ്പിക്കുക, സഭകൾ സ്ഥാപിക്കുക, പിന്നെയും ആത്മാക്കളെ നേടുക, പരിശീലിപ്പിക്കുക, സഭകൾ സ്ഥാപിക്കുക. That's what I said in the platform, the altar, who stood here. God brought you as a missionary pastor to the missionary church. ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ ഒരു മിഷണറി പാസ്റ്ററിനെ ഒരു മിഷണറി ചർച്ചിലേക്ക് കർത്താവ് കൊണ്ടുവന്നിരിക്കുകയാണ്. Praise the Lord. No turning back. പിന്നോട്ട് തിരിഞ്ഞു നോക്കലില്ല. No turning back. തിരിഞ്ഞു പോകലില്ല. I have decided to follow Jesus. No turning back. യേശുവിൻ പിന്നെ പോകാൻ ഉറച്ചു. No പിന്നോക്കില്ല, turning back. ഞാൻ പിന്നോക്കില്ല. You take the whole world. മുഴു ലോകത്തെ നിങ്ങൾക്ക് എടുക്കാം. But give me Jesus. പക്ഷേ യേശുവിനെ വിട്ടുകളയാം. When you die, മരിക്കുമ്പോൾ nobody will come along with you. ആരും നിന്നോടൊപ്പം വരത്തില്ല. They will come till the cemetery. ശവക്കുഴി വരെ മാത്രമേ അവർ നിങ്ങളോടൊപ്പം They will വരികയുള്ളൂ. come till that graveyard. ശവസംസ്കാര സ്ഥലം വരെ മാത്രം. They will leave you alone. നിന്നെ അവിടെ ഒറ്റക്കിട്ടിട്ട് അവർ പോകും. They will go back. അവർ തിരിച്ചു പോകും. Finish. തീർന്നു. One day extra they will not keep you. ഒരു ദിവസം കൂടുതൽ നിന്നെ അവർ സൂക്ഷിക്കത്തില്ല. They will not mention your name after die. They will not mention your name. മരിച്ച് കുറച്ച് കഴിയുമ്പോൾ നിന്റെ പേര് അവർ പറയത്തില്ല, ശവശരീരം ഒന്നേ പറയത്തുള്ളൂ. They say dead bodies remained, dead bodies lifted them up. അവർ പറയും ഈ ബോഡി ഇരിക്കുന്ന പോലെ ശവശരീരം ഉയർക്കുമെന്ന് പറയും. One day before they are calling name. കഴിഞ്ഞ ദിവസം അവർ നിങ്ങളുടെ പേര് പറഞ്ഞാ വിളിച്ചത്. Our life is very precious. നമ്മുടെ ജീവിതം വളരെ വിലയുള്ളതാണ്. Invest this life for kingdom of God. ഈ ജീവിതത്തെ ദൈവരാജ്യത്തിനായിട്ട് നിക്ഷേപിക്കുക. You take the whole world. നീ ലോകം മുഴുവനും എടുത്തോളൂ. But give me Jesus. യേശുവിനെ എനിക്ക് തരിക. But you will never lack anything. നിനക്കൊരു കുറവും ഉണ്ടാകത്തില്ല. Always your cup runneth overflow. നിന്റെ പാനപാത്രം നിറഞ്ഞ് കവിയും.
You will never lack anything. ഒരു കുറവും ഉണ്ടാകത്തില്ല. You will never lack anything. നിനക്കൊരു കുറവും ഉണ്ടാകത്തില്ല. Praise the Lord. Your cup will run at overflow. Praise God. നിന്റെ പാനപാത്രം നിറഞ്ഞു കവിയും. God will fill you with happiness. ദൈവം നിന്നെ സന്തോഷം കൊണ്ട് നിറയ്ക്കും. God will give you good health. നല്ല ആരോഗ്യം നിനക്ക് അവൻ തരും. God will answer your prayer. നിന്റെ പ്രാർത്ഥനകൾക്ക് അവൻ മറുപടി നൽകും. Because you are working for his kingdom. കാരണം അവന്റെ രാജ്യത്തിന് വേണ്ടിയാണ് നീ നിൽക്കുന്നത്. You are following him. അവനെ പിന്തുടരുകയാണ്. Praise the Lord.